കുട്ടികളെ, നമ്മുടെ സ്കൂളിന്റെ വാർഷികാഘോഷം അടുത്ത മാസമാണ്. നമ്മൾ ഒരു നാടകം അവതരിപ്പിക്കുന്നുണ്ട്. ഞാനാണ് അതിന്റെ രചനയും സംവിധാനവും. ഓഡിയൻസ് വദം ബാലെ. ടിൻഡു വല്ലതും പറഞ്ഞോ? നാടകം കലക്കുമെന്ന് പറഞ്ഞതാ. നാടകം കലക്കാനെങ്ങാനും വന്നാ നിന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും ഞാൻ. അയ്യോ സാറേ, ഞാൻ കലക്കുമെന്നല്ല, നാടകം അടിപൊളിയാക്കുമെന്ന് പറഞ്ഞതാ. ഓ അങ്ങനെ. നല്ല സൂപ്പർ നാടകമാണ് ഞാൻ എഴുതിയത്. ദൈവത്തിനറിയാം. എന്റെ നാടകം കാണുന്ന ജനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അതാണ് എന്റെ രചനാ വൈഭവം. ആ നാടകം അഭിനയിക്കുന്ന പാവങ്ങൾക്ക് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഒരുപാട് കിട്ടുമായിരിക്കും. പക്ഷേ ഞാൻ ആ നാടകത്തിന് ഇതുവരെ ഒരു പേരിട്ടിട്ടില്ല. അതിനുള്ള അവസരം നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് ആർക്കും പേര് നിർദ്ദേശിക്കാം. അതെന്താ സാറ് പേരിടാത്തത്? ഓ, എല്ലാ ക്രെഡിറ്റും കൂടെ എനിക്ക് വേണ്ടാന്ന് കരുതി. ക്രെഡിറ്റ് ആ പാപത്തിന് ഞങ്ങളെ കൂടെ ചേർക്കാനുള്ള പരിപാടിയാ. കൊച്ചു കള്ളാ. നല്ല കിഡിലൻ പേരായിരിക്കണം നിർദ്ദേശിക്കേണ്ടത്. കുട്ടികൾ ഞെട്ടി വിറയ്ക്കണം പേര് കേട്ടാ തന്നെ. എങ്കിൽ ഞാനൊരു പേര് പറയാം സാറേ. പിള്ളേര് ഞെട്ടി ഓടി ഒളിക്കുന്ന സൂപ്പർ പേര് ഞാൻ പറയാം. ശരി, പറയൂ. എക്സാമും റിസൾട്ടും പിന്നെ മാഷും. എങ്ങനെയുണ്ട് എന്റെ സാറേ? ഈ പേര് കേട്ടാ ഒരുമാതിരി പെട്ടവനൊന്നും ആ പരിസരത്ത് നിൽക്കില്ല. നാടകത്തിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, നമുക്ക് പഠനത്തിലേക്ക് കടക്കാം. എങ്കിൽ ഞാൻ പോയി കൈക്കോട്ടുമായി വരാം. അതെന്തിനാടാ കൈക്കോട്ടും പിക്കാസും ഒക്കെ? സാറല്ലേ പറഞ്ഞത് പാടത്തേക്ക് കടക്കാമെന്ന്. പാടത്ത് അത്യാവശ്യം കിളയ്ക്കാനും കൊത്താനും ഒക്കെ ഉണ്ടാവുമല്ലോ എന്നോർത്ത് പറഞ്ഞതാ. കിളക്കല്ലേ, വല്ലാതെ കിളക്കല്ലേ. എടാ ടിൻഡു, കടൽ വെള്ളത്തിന് ഇത്രയും ഉപ്പുണ്ടാവാൻ എന്താ കാരണം? പണ്ടെങ്ങോ ഉപ്പ് കൊണ്ടുപോയ കപ്പല് കടലില് മുങ്ങിയതായിരിക്കും. കഷ്ടം. അത് ഞാനാടാ പറയേണ്ടത്. കഷ്ടമല്ല, മഹാകഷ്ടം. കുട്ടികളെ, നിങ്ങൾക്കറിയാമോ 10ൽ 3 പേർ തലവേദന കൊണ്ട് വിഷമിക്കുന്നവരാണ്. അതെനിക്കറിയാം. 10 സീലെ വിനുവും, ബിയിലെ നിമ്മിയും, എയിലെ നീതുവും. അതല്ലടാ കഴുതേ, 10 പേരിൽ 3 പേർ തലവേദന കൊണ്ട് കഷ്ടപ്പെടുന്നു. ഓ പിന്നെ ബാക്കിയുള്ള 7 പേര് തലവേദന കൊണ്ട് സുഖിച്ച് തുള്ളിച്ചാടുകയല്ലേ. പോ സാറേ.